കടൽക്കരല്ലേ? അഹമ്മദ്, എന്താണ് വിഷയം? എന്താണ് പറഞ്ഞോ. ഞാൻ ഒരു ആംബുലൻസിന്റെ ഡ്രൈവറാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1:20 ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് 500 രൂപ പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് വണ്ടി ഇട്ട് ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ ഹൈവേയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഈ ആക്സിഡന്റിന് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ പോവുകയാണ്. വണ്ടി എടുത്തുകൊണ്ട് പോയി ഇഞ്ചക്കൽ എത്തിയപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിലോട്ടാണ് പോകുന്നത്. ഇഞ്ചക്കൽ എത്തിയപ്പോഴത്തേക്ക് വണ്ടി പെട്രോൾ ഇന്ന് എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്? 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഇപ്പൊ എത്രയാണ് ഈ വണ്ടി പെട്രോൾ വഴിയിലായപ്പോഴത്തേക്ക് ഞാൻ ബില്ലെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ബില്ല് എവിടെയാണ്? 2 രൂപ 14 പൈസക്കാണ് പെട്രോൾ അടിച്ചിരിക്കുന്നത്. അതായത് 2 ml മാത്രം. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോ 2 ml മാത്രമാണ് കയറിയിട്ടുള്ളത്. ഓക്കെ. ഞാൻ വണ്ടിയിലുള്ള പേഷ്യന്റിനെ വേറൊരു ആംബുലൻസ് വിളിച്ച് കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. ഇതാണ്. ഇതിപ്പോ എവിടെയാണ് സ്ഥലം? മുക്കോല. മുക്കോല നമ്മുടെ പെട്രോൾ പമ്പിന്റെ അകത്തുള്ള ഒരു സംഭവമാണ്. 500 രൂപയ്ക്ക് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ പെട്രോൾ അടിച്ചപ്പോഴത്തേക്ക് ആകെ കയറിയത് വെറും 2 രൂപയുടെ പെട്രോളാണ്. നമ്മുടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ സാറുമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവോ ഇല്ലയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. നമ്മുടെ മുക്കോല പമ്പാണ് ഇത്. മുക്കോല ഹൈവേയുടെ തൊട്ടടുത്തിരിക്കുന്ന പമ്പാണ്, പെട്രോൾ പമ്പാണ്. ഇവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞു. എന്താണ് ചേട്ടാ, എന്താണ് സംഭവം? എന്താണ് പറഞ്ഞു. ഞാൻ നേരത്തെ 60 രൂപയ്ക്ക് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ പെട്രോളിന് തികയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് 100 രൂപയ്ക്ക് ഇപ്പൊ അടിക്കായിരുന്നു. അടിച്ചിട്ട് ഞാൻ വീണ്ടും ഇവര് സംശയം പറയാറുണ്ട്. ഞാൻ വിശ്വസിക്കാതെ ഞാൻ വീണ്ടും പെട്രോൾ അടിച്ചിട്ട് ഞാൻ വണ്ടി കുലുക്കി നോക്കിയപ്പോൾ പെട്രോൾ ഇല്ല. ആ വണ്ടി അവിടെ ഒതുക്കിയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു വണ്ടൂൾ അവിടെ ഉണ്ട്. പുള്ളി ഊറ്റി നോക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 100 രൂപയുടെ പെട്രോൾ അടിച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ ബൈക്കിൽ പെട്രോൾ ഇല്ലെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വിഴിഞ്ഞം മുക്കോല ഹൈവേയുടെ തൊട്ടടുത്തിട്ടുള്ള പെട്രോൾ പമ്പാണ്. ഇതാണ് വിഷയം. ഊറ്റി നോക്കാന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ നേരത്തെ 60 രൂപയ്ക്ക് അടിച്ചിട്ട് പുതിയ വണ്ടിയാണ്. വീണ്ടും ഞാൻ 100 രൂപയ്ക്ക് ഒന്ന് അടിക്കുക. നാളെ ജോബിന് പോകാൻ വേണ്ടി. അതെ, നാളെ ജോലിക്ക് പോകാൻ വേണ്ടി വീണ്ടും 100 രൂപയുടെ പെട്രോൾ അടിച്ചാൽ പുള്ളിയുടെ ബൈക്കിൽ പെട്രോൾ ഇല്ല. പഴയ പെട്രോളിന്റെ അനക്കവില്ല. ഇത് നമ്മുടെ വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന വണ്ടിയിൽ പെട്രോളിന്റെ പുലുക്ക് കാര്യം എനിക്കറിയാം. അറിയാം. ഓക്കെ എന്നേട്ടാ. ഇത് നമ്മുടെ വിഴിഞ്ഞം മുക്കോല പെട്രോൾ പമ്പാണ്. ഇവിടത്തെ സ്ഥിരം വിഷയമെന്നാണ് പറയുന്നത്. നമ്മുടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സാറുമാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ജനക്കൂട്ടത്തിന്റെ ഒരു തിരക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മുടെ ഇത് വിഴിഞ്ഞം മുക്കോല പെട്രോൾ പമ്പാണ്. ഇവിടെ സ്ഥിരം ഒരു പരിപാടിയാണെന്നാണ് നമ്മുടെ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സാറുമാരൊക്കെ വന്ന് അവരിതിന് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് നമുക്ക് തോന്നുന്നു. അവർ തിരികെ പോയിട്ടുണ്ട്. അപ്പൊ വണ്ടിയിൽ പോകുമ്പോഴേ വെങ്ങായപ്പോഴത്തേക്ക് കൂടെ കയറി ആളെ എന്റെ അടുത്ത് പറഞ്ഞു വണ്ടിയിൽ അവനാണ് കൂടെ കയറി. അവന് മതി. ചേട്ടാ, സന്തോഷ് ചേട്ടാ, നമ്മുടെ വിഴിഞ്ഞ സ്റ്റേഷനിൽ സാറുമാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെന്താണ് പറഞ്ഞത്? പറഞ്ഞത് അവർക്ക് ഇതിൽ അധികാരമില്ല, ഇത് ലീഗൽ മെട്രോളജിക്കാണ് എന്ന് പറഞ്ഞ് അവരോടൊന്ന് ഉൾവലിഞ്ഞു പോയി. അവര് പോയി. അപ്പൊ ഇനി ലീഗൽ മെട്രോളജിന്ന് ആളുകൾ വന്ന് ഇവിടെ പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെട്രോളജി മുമ്പും ഇവിടെ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധി വന്നപ്പോ പലവട്ടം ഇതേപോലെ വന്നിട്ടുള്ള ലീഗൽ മെട്രോളജി വരുമ്പോ കറക്റ്റ് ആയിരിക്കും. ആളുകൾ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ കുറവാണ്. വേറെന്തോ മറിമായമുണ്ട്. 10 പേർക്ക് പെട്രോൾ അടിക്കുമ്പോൾ ഇത് 1-2 പേർക്ക് എന്തോ റൊട്ടേഷനിലൂടെ ഒന്നീ എയർ കയറി മീറ്റർ റീഡിംഗ് കാണിക്കും. ഇതല്ല, ഇപ്പൊ തന്നെ ഞങ്ങളുടെ അലിയാർ ചാരിറ്റബിളിന്റെ വാഹനത്തിൽ പെട്രോൾ അടിച്ച് ഇവിടെ നിന്ന് പോയി ഒരു എമർജൻസി പേഷ്യന്റിനെ കൊണ്ടുപോയി വണ്ടി വഴിയിലായപ്പോ അദ്ദേഹം
ഇതെങ്ങനെ ഞാൻ ഇപ്പൊ പെട്രോൾ അടിച്ചിട്ട് വന്നതല്ലേ എന്നുള്ള നിലയിൽ ബില്ലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കി. ബില്ലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 രൂപ 20 പൈസക്കാണ് പെട്രോൾ കയറിയത്. പെട്രോൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോൾ 500 രൂപ പെട്രോൾ അടിച്ചപ്പോൾ 20 പൈസയാണ് കയറിയിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇത് പൊതുജനത്തെ പച്ചയായി കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം. ഇതിനെതിരെ അധികാരികൾ ശക്തമായി നിലപാടെടുത്തില്ലെങ്കിൽ പൊതുജനം മണ്ടന്മാരായി മാറും. പൊതുജനങ്ങളെ പറ്റിക്കപ്പെടും. ഇതേപോലുള്ള മുതലാളിമാര് തടിച്ചു കൊഴുക്കപ്പെടും. ഇതാണ് അത് പോയിട്ട് ഈ പമ്പ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ലീസിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലീസിന് ഇവിടുത്തെ ഒരു മുതലാളി നടത്തുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ലൈസൻസ് ഇത്ര നേരമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ ഏകദേശം 3 മണിക്കൂറുകളായി ഈ വിഷയം നടന്നിട്ട് ലൈസൻസ് എത്തിയിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പൊതുജനങ്ങളെ നമ്മുടെ സന്തോഷേട്ടൻ പറഞ്ഞെന്ന് പറയാൻ നമ്മുടെ വിഴിഞ്ഞ മുക്കോല പെട്രോൾ പമ്പിനെ കുറിച്ചിട്ടാണ്. ഇതിവിടെ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ ജനക്കൂട്ടങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി ലീഗൽ മെട്രോളജി ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഇവിടെ പരിശോധന നടത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലുള്ള സാർമാരൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ മുക്കോല പെട്രോൾ പമ്പിന്റെ അവിടെ വന്നിട്ട് പെട്രോൾ അടിക്കുന്ന കൂട്ടുകാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് ഇവിടെ സ്ഥിരം ഒരു സംഭവം എന്നാണ് പറയുന്നത്.